നമസ്കാരം. S4 വിസ്മയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ആലുവ പറവൂർ കവലയിൽ നടന്ന ഒരു ദാരുണമായ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് ആ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. രാവിലെ പെയിൻറ്റിംഗ് ജോലിക്കായി അങ്കമാലി ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന യുവാവാണ് അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞത്. അവിടെ അവിടുന്ന് V ഷേപ്പിലുള്ള ഒരു ടേണിംഗ് ആണ് തിരിയേണ്ടത്. പറവൂർ ഭാഗത്തു നിന്നും വരുന്ന ഈ യുവാവ് V ഷേപ്പിലുള്ള അങ്കമാലി ഭാഗത്തേക്കുള്ള ഹൈവേയിലേക്ക് കയറുന്നതിന് മുൻപായി വാഹനം ഒന്ന് സൈഡിൽ നിർത്തുന്നു. തൊട്ടു പിന്നാലെ കടന്നു വന്ന ഒരു ടോറസ് വാഹനമാണ് ഈ യുവാവിൻ്റെ മരണത്തിന് ഇടയാക്കിയ അപകടമുണ്ടാക്കുന്നത്. ഈ ടോറസ് വാഹനം എന്ന് പറയുന്നത് 5 നിരകളിലായി 16 വീലുള്ള ടോറസ് വാഹനമാണ്. അതിൻ്റെ ആദ്യത്തെ വീല് ഇങ്ങനെ കടന്നു പോകുന്നു. വളരെ പതുക്കെയാണ് ടോറസ് വരുന്നത് എന്നത് ശരിയാണ്. ആദ്യത്തെ വീല് കടന്നു പോയതിനു ശേഷം രണ്ടാമത്തെ വീലിൻ്റെ സൈഡ് ഭാഗം ഈ യുവാവിൻ്റെ ബൈക്കിൽ ഒന്ന് തട്ടുന്നു. ഉടനെ തന്നെ യുവാവ് ഈ ടോറസിനടിയിലേക്ക് മറിഞ്ഞു വീഴുന്നു. കണ്ടു നിന്നവർക്ക് ഒന്നും ചെയ്യാനായില്ല. എന്തെങ്കിലും ഒന്ന് ഒച്ചയെടുക്കാൻ പോലും സമയം ലഭിക്കാത്ത വിധം വളരെ പെട്ടെന്നാണ് ഈ യുവാവിൻ്റെ ദേഹത്ത് കൂടി ടോറസ് കയറി ഇറങ്ങുന്നത്. ഒന്നും ചെയ്യാനാകാത്ത വിധം. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ടോറസുകൾ അപകടമുണ്ടാക്കുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതിൻ്റെ ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇനിയും ഒന്നുകൂടി പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പല അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും നിരവധി നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് എന്ന ഒരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. ടോറസ് വാഹനത്തിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ് ഏറെ മുകളിലാണ് എന്ന് നമുക്കറിയാം. അവിടെ നിന്നും താഴേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് പരിമിതമാണ്. തൊട്ട് മുൻപിലുള്ള കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് ടോറസിൻ്റെ നിർമ്മാണം തന്നെ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഡ്രൈവറുടെ ഭാഗത്തല്ലാതെ ഇടതു ഭാഗത്ത് നിൽക്കുന്ന വാഹനത്തോട് ചേർന്ന് നിൽക്കുന്ന പല ഡ്രൈവർക്ക് കാണാൻ കഴിയാതെ പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇതുപോലെ V ഷേപ്പിലുള്ള വളവൊക്കെ തിരിഞ്ഞു വരുമ്പോൾ അവിടെ നിൽക്കുന്ന വാഹനങ്ങളെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ സുരക്ഷ ഒരുക്കേണ്ടവർ അതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് മതിയാകൂ. കാരണം ഇതൊരു പക്ഷേ നമ്മൾ സാധാരണക്കാരൻ ഇത് ശ്രദ്ധിക്കണമെന്നില്ല. അവനൊന്ന് വഴിയിൽ തൻ്റെ ഇരുചക്ര വാഹനം ഒന്ന് ഒതുക്കി നിർത്തുന്നതേയുള്ളൂ. പക്ഷേ എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയുന്നതിന് മുൻപ് അവന് മരണം തട്ടിയെടുക്കുന്ന അതിക്രൂരമായ അല്ലെങ്കിൽ അതിദയനീയമായ രംഗങ്ങളാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. അവിടെ ടോറസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വലിയ വാഹനമാണ്. ഇത്തരം വലിയ വാഹനങ്ങളിൽ സുരക്ഷാ സൗകര്യങ്ങളും അതുപോലെ തന്നെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് നടപടി സ്വീകരിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ്. നമ്മുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റും മറ്റും പല കാര്യങ്ങളും അപകടമുക്തമാക്കാൻ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇനിയും ഇത്തരം കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് എന്നതാണ് നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്ന ചോദ്യം. ഇത്തരം വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പൊലിഞ്ഞു വീഴുന്നത് മനുഷ്യ ജീവനാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒരല്പമൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടുന്നത് മനുഷ്യ ജീവനാണ് എന്ന് മറക്കാതിരിക്കുക. ഇതൊക്കെയാണ് വസ്തുത എങ്കിലും നമ്മളൊക്കെ 2 വീലറുകളിൽ സഞ്ചരിക്കുന്നവരാണ്. ഈ റോഡുകളിലുള്ള സുരക്ഷയെക്കുറിച്ച് ഒന്നുകൂടി, ചെറിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഒന്നുകൂടി ജാഗ്രത പാലിക്കണം എന്നുകൂടി ഈ ദൃശ്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം എപ്പോൾ വേണമെങ്കിലും അപകടം വഴിയിൽ പതിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എത്ര തന്നെ ശ്രദ്ധിച്ചാലും ഒരുപക്ഷെ ആകസ്മികമായി അപകടങ്ങൾ വന്നു ചേരുന്നു എന്നത്. അതുകൊണ്ട് ഇനിയും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാനും അതുപോലെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നമുക്ക് വാഹനങ്ങൾ ഓടിക്കാനും കഴിയണം എന്നതാണ് ഇത്തരം ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് നൽകുന്ന പ്രധാനമായ സന്ദേശം എന്നുകൂടി നാം ഒന്ന് ഓർക്കുക.